VM സുധീരൻ കാരണം VD സതീശൻ വല്ലാത്ത വെട്ടിലകപ്പെട്ടു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനാണോ VM സുധീരനാണോ നാട്ടുകാർക്ക് സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ VM സുധീരൻ്റെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്കൂളിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ VM സുധീരൻ വന്നു. ഇപ്പോൾ സ്പീക്കർ VM സുധീരൻ വരുന്നു. ഇപ്പോൾ ഈ VM സുധീരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം സ്കൂളിൽ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് 1 മണി തൊട്ട് നിർത്തി അങ്ങനെ 2 മണിക്ക് വരുമെന്നാണ്. ഞങ്ങളിങ്ങനെ കൊച്ചുകുട്ടികൾ നമ്മൾ നിക്കറും ഈ യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക, നിന്ന് നമ്മളെ നേരത്തെ ഇങ്ങനെ സ്കൂളിന് വെളിയിൽ നിർത്തിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 3 മണി 4 മണി എങ്ങാണ്ടായി ഇദ്ദേഹം വരുമ്പോൾ. 2 മണി 1 മണി തൊട്ട് ഞങ്ങളവിടെ വെള്ളം പോലും കൂട്ടത്തിൽ നിന്ന് പിള്ളേരൊക്കെ മയങ്ങി വീഴുന്നൊക്കെയുണ്ട്. അത് പിന്നീട് വലിയ പ്രശ്നമാക്കി അവിടുത്തെ രക്ഷകർത്താക്കളെ അവിടെ. അപ്പോൾ അന്നാണ് ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്, ഈ VM സുധീരൻ. പിന്നെ നമ്മൾ ഈ പതുക്കെ നമ്മൾ വളർന്നു ഈ പൊളിറ്റിക്സ് രംഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ VM സുധീരൻ എന്ന് പറയുമ്പോൾ ആദ്യമായി നേരിട്ട് കണ്ട പ്രമുഖ രാഷ്ട്രീയത KK ശ്രീനിവാസൻ MLA കണ്ടിട്ടുണ്ട്, PN ചന്ദ്രസേനൻ MLA കണ്ടിട്ടുണ്ട്. ഈ നമ്മൾ ഈ ഒരു മന്ത്രിയൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഇതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഒരാളെന്ന് പറയുന്നത് ഈ VM സുധീരനെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിനോട് വലിയ താല്പര്യം. ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വമ്പൻ VM സുധീരനായിരുന്നു. ഞാൻ കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് ആ ഒരു മാസികയ്ക്ക് വേണ്ടി VM സുധീരനെ അത് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ പോയി. അന്ന് അദ്ദേഹം MLA ആണ്. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വമായിട്ട് ഇടഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. A ഗ്രൂപ്പിൽ അദ്ദേഹം ഏതാണ്ട് വിട്ടൊരു സമയമായിരുന്നു. അദ്ദേഹം അന്ന് MLA ക്വാർട്ടേഴ്സിലെ ഫ്ലാറ്റിൽ, ഇന്നിപ്പം കാണുന്ന വലത്തെ അറ്റത്തുള്ള ഫ്ലാറ്റിൽ താഴത്തേലാണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹം ഞാൻ വളരെ ജൂനിയർ ആണെങ്കിൽ പോലും അദ്ദേഹം വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചു. വളരെ സൗമ്യനായിരുന്നു. ആ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വമ്പനാരെന്ന് വെച്ചാൽ ഇത് തന്നെ ഞങ്ങളും ചെയ്ത അതാണ്. ഞങ്ങൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് നമുക്ക് അന്നാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത്. അന്ന് VM സുധീരൻ ആലപ്പുഴ മത്സരിക്കുന്ന സമയമാണ്. കൊല്ലത്തന്ന് NK പ്രേമേന്ദ്രനുണ്ട്. അന്ന് BJPക്ക് ഒരു ലേഡി ആയിരുന്നു ഒരു സ്ഥാനാർത്ഥി. എന്തോ ഒരു ഡോക്ടർ ജയലക്ഷ്മിയാണോ? അല്ല, ഒരു ഡോക്ടർ, ഒരു മുടിയൊക്കെ ബോബിയത്, അങ്ങനെ എന്തോ ഏതാണ്ട് തങ്കമെന്നോ അങ്ങോട്ട് പറഞ്ഞിട്ട് അവര് പിന്നെ അത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്, ഒരു BJPക്ക് മത്സരിക്കുന്ന വലിയ പറഞ്ഞ അവരെയൊക്കെ നമ്മളന്ന് പോയി ചെയ്തു. അപ്പൊ ഈ VM സുധീരനെ ആലപ്പുഴ പോയി. അന്ന് എനിക്കൊന്ന് CS സുജാതയാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് എതിരെ മത്സരിക്കും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ. ഓർത്തോണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ഈ മനുഷ്യനെ നമ്മൾ ജേർണലിസം പഠിക്കുന്ന സമയത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ പല പത്രസമ്മേളനങ്ങളിലും കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാം. എന്തായാലും എനിക്ക് ആ ഒരു വ്യക്തിത്വത്തോട് വലിയ മതിപ്പുള്ള ഒരാൾ. അദ്ദേഹം അഴിമതിക്കാരനല്ല, അദ്ദേഹം പൈസ തട്ടിപ്പുകാരനല്ല, അദ്ദേഹം സ്ഥാനമോഹിയല്ല. അദ്ദേഹം 2004 തോറ്റത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നിർത്തിയ അപരനുണ്ടല്ലോ, അയാൾ 8,000 ഓട്ടോ 9,000 ഓട്ടോ പിടിച്ച് 1000 ചില്ലറ ഓട്ടത്തിന് സുധീരൻ തോറ്റു. പിന്നീട് അദ്ദേഹം മത്സരിച്ചിട്ടില്ല. ഞാൻ മത്സരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം നിലപാട് ഉറച്ചിരുന്നു. അതാണ് 2004 ശേഷമാണ്, 2004 2026. പക്ഷേ പിന്നീട് അദ്ദേഹം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി കടുംപിടുത്തത്തിൻ്റെ ആളാണ്. ആന്റണി കഴിഞ്ഞാൽ അടുത്ത ആദർശവാന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ആദർശമാണ് പുള്ളിക്ക് പ്രധാനം. ഈ ആദർശത്തും കൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതൊന്നും ചോദിക്കരുത്. ഒരു കുന്തവും കിട്ടിയില്ലെങ്കിലും ആദർശത്തിൽ അടിയുറച്ചു. ആന്റണിയും ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവരുടെ ഇമേജിന്റെ ഒരു വല്ല തടവുകാരാണ്. അതെ, ആ ഇമേജ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത്. സുധീരൻ എന്ന് പറഞ്ഞാൽ ആദർശവാൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന പോലും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ ഈ സതീശൻ വന്നപ്പോൾ ഇപ്പം ഒരുപാട് കാലമായി സുധീരൻ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ മറക്കപ്പെട്ട് കിടന്ന ഒരു വ്യക്തിയാണ്. കാരണം ലൈവ് അല്ലല്ലോ, പ്രതിദിനം ലൈവായിട്ടൊരാളെ അല്ല. ഇപ്പം CPM ഭരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അദ്ദേഹം വളരെ ലൈവൊന്നുമല്ല. മഹേശൻ KK മഹേശൻ SNDPയുടെ നേതാവ് AK മഹേശൻ ആത്മഹത്യ ചെയ്ത സമയത്തെങ്ങാണ്ട് ഒന്ന് രംഗത്ത് വന്നതാണ്. അതിനുശേഷം പിന്നീട് ചില പരിപാടികളിലൊക്കെ, അതായത് ഈ എന്താ പറയുന്നത്, പുരോഗമന സംഘടനകളുടെ പരിപാടികളിലൊക്കെ സുധീരൻ പങ്കെടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഈ സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു വലിയ തിരുത്തൽ ശക്തി ആയിക്കൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഇവരെ അലക്കി വെളുപ്പിക്കും. മദ്യനയം ഈ സതീശനെ അനങ്ങാൻ പുള്ളി സമ്മതിക്കുന്നില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ സതീശൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞ് ഫലിപ്പിച്ച് ഇത് ഒഴിവ് തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞ് തലകൂരിയെങ്കിലും VM സുധീരൻ വീണ്ടും വന്നു. പുള്ളി ഒരു കത്തുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ പുള്ളി കത്തെഴുതുന്നതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല, കത്തുകളൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുക. ഇത് പ്രതിപക്ഷം പോലും അവിടെ പ്രതിക്കൂട്ടിലായി കിടക്കുകയാണ്. കാരണം പ്രതിപക്ഷം ഇതേ വിഷയത്തിൽ വെട്ടിലായി കിടക്കുന്ന തലകൂരാൻ പറ്റാതെ ഇരിക്കുമ്പോൾ അന്നേരം അവർക്ക് വിഷയം കൊടുക്കും പോലെ ആയിപ്പോയത്. ഇദ്ദേഹം വന്ന ആ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു റോള്. മാത്രമല്ല ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമല്ലേ, അതെ, അവിടെ നിയമസഭ ഒരു വിഷയമാവില്ലേ, സതീശൻ പെടുവില്ല അവിടെ ചെന്നിട്ട്. സതീശൻ ഒരുവിധം തലകൂരിയാണ് കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത്. ഇനി അടുത്ത ദിവസം സഭ കൂടുമ്പോൾ വീണ്ടും ഒരു പ്രതിപക്ഷം അവർക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ട് അവർ ഈ വിഷയം വീണ്ടും ഉന്നയിക്കും. ഞങ്ങൾക്ക് ബന്ധമില്ല. ഇപ്പം പിന്നെ ഗോവിന്ദൻ അയച്ച കത്തുകൾ, അച്ഛന്മാർക്ക് അയച്ച കത്ത് എന്ന് പറയും പോലെ ഗോവിന്ദൻ മറ്റേ ബെക്കാടിക്ക് അയച്ച കത്തുകളുടെ എല്ലാം നീണ്ട പട്ടിക വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ എടുത്തിട്ട് അലക്കിറങ്ങും. സതീശൻ വീണ്ടും പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടും. ഈ മദ്യനയത്തിൽ എന്താണ് സത്യത്തിൽ എന്താണ് മദ്യനയം? മദ്യനയം എന്താ? കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം തന്നെ തുടർച്ചയാണത്. അതിന്റെ തുടർച്ച മാത്രമാണ്. അല്ലാതെ ഇവിടെ പുതുതായിട്ട് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതില് തീരുമാനമായിട്ടില്ല. ഒരു മാസമായാലും സർക്കാർ വന്നിട്ട് അവർക്ക് സമയം കൊടുക്കണം. അതിൽ തീരുമാനമായിട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ സുധീരൻ ശരിക്കും സതീശനെ വെട്ടിലാക്കുന്ന അടുത്ത സംഭവം വെള്ളാപ്പള്ളിയുടെ വിഷയമാണ്. അല്ല, അതാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പലപ്പോഴും ചർച്ചകൾ പറയുന്നത് പോലെ ഈ വിഷയത്തിൽ സുധീരൻ അമിത താല്പര്യം കാണിക്കുകയും സർക്കാരിനെ വെറുപ്പിക്കുകയും ചെയ്യുമ്പോൾ മഹേശന്റെ വിഷയം അവിടെ നിൽക്കും. അതാണ് ഈ മഹേശന്റെ വിഷയം സത്യത്തിൽ അന്വേഷിക്കേണ്ടതാണ്. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പും ഈ മഹേശന്റെ വിഷയവും കൃത്യമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കാൻ വേണ്ടിയ കത്ത് അദ്ദേഹം കൊടുത്തു. മഹേശൻ്റെ ഭാര്യയുടെ ഉഷാദേവിയുടെ പരാതി കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. അതിനകത്ത് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിനൊരു മാന്യത. മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ KPC യോഗം കൂടുമ്പോൾ അല്ലെങ്കിൽ വിഡിയോനെ നേരിട്ട് സംസാരിക്കാമല്ലോ. അതെ, അതിന് പരസ്യ പ്രസ്ഥാനം കത്ത് അല്ല. അന്നേരം നമ്മുടെ ആദർശത്തിന്റെ ആ ഒരു കുതിരകയറ്റം നടക്കുകയാണ്. ഇതിപ്പോൾ ആദർശത്തിന്റെ കുതിരകയറ്റം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയുള്ളൂ. ഈ അധികാര രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് ആദർശം കാണിച്ച് നിൽക്കാൻ പറ്റില്ല. ഒന്നുമില്ല. കാരണം നമ്മളെ സ്വന്തം പാർട്ടിക്കാരുടെ നമുക്കെതിരാവും. ഇപ്പം കെ ബാബുവിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം VMC പരോക്ഷ വിമർശിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഇത് കോൺഗ്രസിനകത്തുള്ള സൈബർ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ സുധീരനെതിരെ വിമർശനം വരുന്നുണ്ട്. അതാണ്. എന്താണെങ്കിലും ശരി, ഈ ഇദ്ദേഹം ഇപ്പോൾ ശരിക്കും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കി. പ്രത്യേകിച്ചും സതീശന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇല്ല. ഇപ്പോൾ അതേ 84 സ്പീക്കറായ 87 സ്പീക്കറായിരുന്നു അന്ന്. ശരിക്കും അദ്ദേഹം വെട്ടിലാക്കിയത് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു. അതെ, സ്പീക്കറും മുഖ്യമന്ത്രി രണ്ട് വഴിക്കാണ്. അപ്പോൾ ഈ പിന്നെ എനിക്കൊന്ന് റിപ്പബ്ലിക് ഡേ ആണെന്ന് തോന്നുന്നു. അന്നാണ് മുഖ്യമന്ത്രി പതാക ഉയർത്തുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അന്ന് അസംബ്ലിയിലാണ്, അന്ന് സെക്രട്ടേറിയറ്റിലാണ് അസംബ്ലി. സമാന്തരം സുധീരൻ ഇപ്പുറത്ത് പതാക ഉയർത്തി. സ്പീക്കർ പതാക ഉയർത്തി. അതുപോലെ നിയമസഭയിൽ കരുണാകരൻ എന്ത് പറയുന്നോ അതിനെല്ലാം അങ്ങനെ അല്ല എന്ന് പറയാൻ തുടങ്ങി. സ്പീക്കർക്ക് അധികാരമുണ്ട് എന്നാൽ പോലും ശരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ 91 കരുണാകരൻ മന്ത്രിസഭ രൂപീകരിച്ചു. സുധീരനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു കരുണാകരൻ. കാരണം അതേ ഈ അവിടെ പോയി തിരുത്തൽ ശക്തിയായി മാറിയാൽ ഇതുപോലത്തെ അവസ്ഥ വരുന്ന കരുണാകരൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മന്ത്രിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും എനിക്കൊന്ന് ഒരു ഘട്ടം വരെ സതീശൻ പിടിച്ചു നിൽക്കത്തോളം തോന്നുന്നു. അദ്ദേഹം തിരിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വിവാദം പൂർണ്ണ ഇതിലേക്ക് വരത്തുള്ളൂ. ശരിക്കും സുധീരനെ നിയന്ത്രിച്ച് നിർത്തണം. അത് ആരാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ AK ആന്റണിയെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് സംസാരിക്കും. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ ഒരു ഭരണം. ഇത്രയും വലിയൊരു മാരണം പിടിച്ച ഭരണം 10 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ AK ആന്റണിക്ക് മാത്രം അദ്ദേഹത്തെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ തിരുത്താനോ പറ്റുള്ളൂ. വേറെ അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സ് അല്ലല്ലോ. അതെ. അപ്പോൾ എന്തായാലും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. VM സുധീരൻ സത്യത്തിൽ സതീശനെ വലിയ ഒരു ആപ്പിലാണ് കൊണ്ട് പെടുത്തിയിരിക്കുന്നത്.